വിശാല സമതല ഭൂവില് മാനമുട്ടയുയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ മുതലായ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ പ്രകൃതിനെ കുറിച്ചിട്ടാണ്. അതിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലമാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും. അതിന്റെ ഓരോ സവിശേഷതകൾ, ഭൂപ്രകൃതി എന്താണ്, മണ്ണ് എന്താണ്, കാലാവസ്ഥ എന്താണ്, നൈസർഗിക സസ്യജാലങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇതിൽ വിശദമായിട്ട് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കുമായി സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗം ആണ് എന്ന് പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. കണ്ടോ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിന്റെ വടക്കായിട്ട് ഉത്തര പർവ്വത മേഖല, തെക്ക് ഭാഗത്തായിട്ട് എന്താ കാണുന്നേ, ഉപദ്വീപീയ പീഠഭൂമി. ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് അതിവിശാലമായ ഒരു എക്കൽ സമതലമാണ്. എന്താ പറയുന്നത്, അതിവിശാലമായ ഒരു എക്കൽ സമതലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്. ഈ ഹിമാലയൻ നദികളില്ലേ, ഏതൊക്കെയായിരുന്നു ഹിമാലയൻ നദികൾ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ നിന്നും നദികൾ ഒഴുകി വന്ന് എക്കലുകൾ നിക്ഷേപിച്ചിട്ടാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപം